ഏത് നട്ട്സ് ആണെങ്കിലും നമ്മൾ കഴിക്കുന്ന നമ്മുടെ ശരീരത്തിന് ഹെൽത്തിന് നല്ലതാണ്. പക്ഷെ നമുക്ക് പൊതുവേ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, വില കൂടിയ നട്ട്സിന് കുറച്ചുകൂടെ നല്ല ന്യൂട്രീഷൻ വാല്യൂ ഉണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ നട്ട്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഫ്രൂട്ട്സ് തന്നെയാണ്. ഓക്കെ, അപ്പം പൊതുവേ ഏത് നട്ട്സ് എടുത്താലും അതിനകത്ത് ന്യൂട്രീഷൻ എല്ലാം വളരെ തിക്കായിട്ട് പാക്ക് ചെയ്തിരിക്കുകയാണ് അല്ലേ. നമുക്കറിയാം, അത് പീനട്ട് ആണെങ്കിലും ശരി, കാഷ്യൂനട്ട് ആണെങ്കിലും ശരി, ആൽമണ്ട് ആണെങ്കിലും ശരി, വാൽനട്ട് ആണെങ്കിലും ശരി. അപ്പോൾ ഒത്തിരി കാറ്റഗറി ഓഫ് നട്ട്സ് ഉണ്ട്. അപ്പോൾ ഏതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്, ഏതാണ് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത്, ഏതാണ് ഏറ്റവും കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത്, അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള വെൽബീയിങ്ങിനായിട്ട് നമ്മൾ ഏത് നട്ടാണ് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ നട്ട്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഫ്രൂട്ട്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ചെടി വളർന്ന് വലിയൊരു മരമാകാനായിട്ടുള്ള ന്യൂട്രിയൻസ്, അതായത് അതിൻ്റെ ഫസ്റ്റ് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഇതിനകത്ത് പാക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അത് ജനറലായിട്ടൊരു ഫ്രൂട്ടിനെ കാട്ടി കൂടുതലായിട്ട്, അതായത് വെള്ളം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടിനെ കാട്ടി, ഇപ്പോൾ നമ്മൾ ജാമ്പയ്ക്ക് പറയുകയാണെങ്കിൽ, ആപ്പിൾ പറയുകയാണെങ്കിൽ, ഗ്രേപ്സ് പറയുകയാണെങ്കിൽ, അപ്പോൾ അതിനെക്കാട്ടിയൊക്കെ ഡ്രൈ ആണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് കാറ്റഗറി വരുന്നതാണ് ഈ നട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് വളരെ വലിയൊരു വിഭാഗമുണ്ട്. എങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള നട്ട്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അത് എന്തുമാത്രം ഫാറ്റ്സും മിനറൽസും വൈറ്റമിൻസും അതിനകത്തുണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ് അല്ലേ. പക്ഷേ ചില നട്ട്സിൻ്റെ കേസിൽ ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള വൈറ്റമിൻസിൻ്റെ അല്ലെങ്കിൽ മിനറൽസിൻ്റെ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫാറ്റിൻ്റെ, ഒമേഗ ഫാറ്റി ആസിഡ്സിൻ്റെ പ്രസൻസ് കൂടുതലായിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ജനറലായിട്ടാണ് ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഏത് നട്ട്സ് ആണെങ്കിലും നമ്മൾ കഴിക്കുന്ന നമ്മുടെ ശരീരത്തിന് ഹെൽത്തിന് നല്ലതാണ്. പക്ഷെ നമുക്ക് പൊതുവേ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, വില കൂടിയ നട്ട്സിന് കുറച്ചുകൂടെ നല്ല ന്യൂട്രീഷൻ വാല്യൂ ഉണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതൊരു പരിധിവരെ ചെറുതായിട്ടൊക്കെ ശരിയാണെങ്കിലും ബേസിക്കലി ഇതിനകത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ഓരോന്നിനും ചെറിയ ചെറിയ വേരിയേഷൻസ് ഓരോ നട്ട്സിലും, അല്ലെങ്കിൽ നമ്മൾ ഇത് പല കൺട്രീസിലാണ് പലതിൻ്റെ ഒറിജിൻ. ഓക്കെ, ആൽമണ്ട് ഒരു സ്ഥലത്തു നിന്നാണ്, പീനട്ട്സ്, കാഷ്യൂനട്ട്സ് പൊതുവെ ഇക്വേറ്ററൽ ആ ഒരു ഹ്യൂമിഡ് ക്ലൈമറ്റിലാണ് ഉണ്ടാകുന്നത്. വാൽനട്ടിൻ്റെ ഒറിജിൻ, അല്ലെങ്കിൽ പേക്കൻസിൻ്റെ ഒറിജിൻ, പിസ്താസോസിൻ്റെ ഒറിജിൻ. അപ്പോൾ ഇതിനൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ന്യൂട്രീഷൻ വാല്യൂലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ നട്ട്സിൻ്റെ കാര്യം പറയുമ്പം അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള സൈഡിലുള്ള നട്ട്സും ഉണ്ട്, നമുക്ക് അത്രയും എക്സ്പെൻസീവ് അല്ലാതെ കമ്പാരിറ്റീവ്ലി ചീപ്പറായിട്ട് കിട്ടാവുന്ന നട്ട്സും ഉണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ പ്രധാനമായിട്ട് പറയുന്ന എക്സാമ്പിളാണ് പീനട്ട് അല്ലേ, കപ്പലണ്ടി. അത് തന്നെയാണ് മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ചോയ്സാണ് തീർച്ചയായിട്ടും ഈ പീനട്ട് എന്ന് പറഞ്ഞാൽ. നമ്മൾ വേണമെങ്കിൽ അത് വളരെ കോമഡി ആയിട്ട് കളിക്ക് പറയും, അതിൻ്റെ കപ്പലണ്ടി പറിക്കുന്നു നടക്കുന്നു എന്ന് പറയും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതും ഒരു വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ്. ഓക്കെ, നമ്മൾക്ക് എപ്പോഴും കാഷ്യൂ അല്ലെങ്കിൽ ആൽമണ്ടോ മേടിക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല. നമുക്ക് 10-20 രൂപയ്ക്ക് തന്നെ നമുക്ക് കപ്പലണ്ടി മേടിക്കാൻ കിട്ടും അല്ലേ. ആ പൈസയ്ക്ക് നമുക്ക് 2-3 ഈ കാഷ്യൂനട്ടോ അല്ലെങ്കിൽ ആൽമണ്ടോ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വേറൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൺട്രി ഓഫ് ഒറിജിൻ വേറെയാണ്. അവിടെ ഈ പ്രൈസ് ടാഗുകൾ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മറക്കാതിരിക്കുക. പിന്നെ ചിലത് ഉണ്ടാക്കുന്നതിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റേതായിട്ടുള്ള കോസ്റ്റും കൂടെ നമ്മൾ വഹിക്കേണ്ടി വരും എന്നുള്ള സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. അതായത് ഇപ്പോൾ കാഷ്യൂനട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി പ്രോസസ്സിലൂടെ കടന്ന് വന്നാണ് അവസാനത്തെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഒരു പീസായിട്ട് നമുക്ക് കിട്ടുന്നത് അല്ലേ. തൊലി കളഞ്ഞ് ലാസ്റ്റ് ഒരു പീസായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ വെളിയിലൊക്കെ ഒത്തിരി ടോക്സിനസ് ആയിട്ടുള്ള ഒരു ലെയറിങ്, കവറിങ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മാറ്റി അവസാനം ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആക്കി എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വളരെ വലുതാണ്. പക്ഷേ പീനട്ട്സിൻ്റെ കേസിൽ അത്രയും ബുദ്ധിമുട്ട് വരുന്നില്ല. അത്ര വലിയൊരു മരത്തിൽ നല്ല പീനട്ട് ഉണ്ടാകുന്നത് ഒരു ലെഗ്യൂം കാറ്റഗറി വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റുകൾ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ പ്രൈസ് എഫക്റ്റീവായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇതൊക്കെ പറയുമ്പോഴേ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എല്ലാത്തിലും ഉണ്ട്. അപ്പം ചെറിയ ക്വാണ്ടിറ്റിയിൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അപ്പം എല്ലാവർക്കും ഒരേപോലെ എപ്പോഴും എല്ലാ നട്ട്സുകളും മേടിക്കാൻ പറ്റണമെന്നില്ല. എന്നാലും പീനട്ട്സ് തീർച്ചയായിട്ടും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുന്നത് വളരെ നല്ലതാണ്. ഈ നട്ട്സിനെ എല്ലാം പലതായിട്ട് നമ്മൾ ഉൾപ്പെടുത്തണം അല്ലേ. ഒന്ന് മാത്രം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മാറ്റി നമുക്ക് ഡേറ്റ്സ് ഉൾപ്പെടുത്താം, ഡ്രൈ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്താം. അപ്പോൾ അത് മാറി ഉൾപ്പെടും. പല രീതിയിൽ നമ്മുടെ ഫുഡ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അല്ലേ.
നമുക്ക് ചിലപ്പോൾ സാലഡ്സിൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കഴിക്കാം. പക്ഷേ ഒരിക്കലും നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരിക്കലും റെക്കമെൻഡ് അല്ല. റോ ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പീനട്സിനെ നമ്മൾ തഴങ്ങി കളയേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും അത് നമ്മൾ കഴിക്കേണ്ടതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ക്വാണ്ടിറ്റി കാഷ്യൂ, ആൽമണ്ട്, ബദാം, പിസ്ത അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതും ആണ്. എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ അനുഭവങ്ങളുടെ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷൻ മെൻഷൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് റിപ്ലൈ തരാവുന്നതാണ്.